പെണ്ണെട്ടേണ്ടത് പ്രേമിച്ചിട്ടല്ല. അതിൻ്റെ ഇടയിൽ കൂടെ പറയാം. പെണ്ണെട്ടേണ്ടത് പ്രേമിച്ചിട്ടല്ല. പെണ്ണെട്ടേണ്ടത് എങ്ങനെ? പെണ്ണെട്ടേണ്ടത് സമയമാവുമ്പോൾ മാതാപിതാക്കൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടിയാൽ മതി, അത് വേറെ കാര്യം. ഇഷ്ടമില്ലാത്തത് കെട്ടുമൊന്നും വേണ്ട. പക്ഷെ കണ്ടെത്തുന്നത് മാതാപിതാക്കളാണ്. എന്താ കാര്യം? അങ്ങനെ കണ്ടെത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. കാരണം വിവാഹപ്രായമാകുമ്പോൾ പുരുഷന് ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരിക്കും. അതോ അവൻ്റെ വാപ്പാക്കും മക്കും ഉണ്ടാവില്ല ആ ദൗർബല്യം. അതുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നത് അവർക്കാണ്. ഓൻ ഇഷ്ടപ്പെട്ടെങ്കിൽ കെട്ടിയാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് കെട്ടിക്കേണ്ടതും പ്രേമിച്ചിട്ടല്ല, കെട്ടേണ്ടതും പ്രേമിച്ചിട്ടല്ല. പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ 5 ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും. ചുരുങ്ങിയത് 5 ബുദ്ധിമുട്ട് എന്തായാലും. ആ 5 കാരണങ്ങളെ കൊണ്ട് പ്രണയവിവാഹം പരാജയപ്പെടുകയും ചെയ്യും. പ്രണയവിവാഹം ആത്യന്തികമായി പരാജയമാണ് ഉണ്ടാകുക. വിജയം വളരെയധികം പ്രയാസമാണ്. ആത്യന്തികമായി പരാജയമാണ്. പരാജയത്തിന്റെ ഒന്നാം കാരണം ഉമ്മാക്ക് ഇഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യവും പരാജയപ്പെടും. അതിനിപ്പോൾ എന്ത് കച്ചവടം തുടങ്ങുകയാണെങ്കിലും ശരി, കുവൈത്തേക്ക് പോവുകയാണെങ്കിലും ശരി, എന്ത് കാര്യമാണെങ്കിലും ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത പരാജയപ്പെടും. മറ്റൊരു കാര്യം, പ്രണയം വ്യഭിചാരത്തിലല്ലാതെ തുടങ്ങൂല എന്നുള്ളതാണ്. അത് ഞാൻ പറയുമ്പോൾ ഒരു സംശയം ഉണ്ടാവും, അതിന് വ്യഭിചാരം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഒക്കെ ഞങ്ങൾ നിക്കാഹിന്റെ ശേഷം ഉണ്ടാവുള്ളൂ എന്ന് ആദ്യം ദിനം തീരുമാനിച്ചതാണല്ലോ എന്ന് തോന്നും. അത് വ്യഭിചാരം തന്നെ എന്താണെന്ന് അറിയാത്തതിന്റെ കുഴപ്പമാണ്. അൽ ഐനാന് സിനാഹുമ അന്നദുറു എന്ന ഹദീസിൽ നസ്സാണ്. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാകുന്നു. കാണലും നോക്കലും രണ്ടാണ്. കാണൽ വ്യഭിചാരമല്ല, അതേസമയത്ത് നോക്കൽ വ്യഭിചാരമാണ്. തിങ്കളാഴ്ച 9:35 സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു, അത് കാണലാണ്. ചൊവ്വാഴ്ച വീണ്ടും 9:35 സ്കൂളിലേക്ക് പോകാൻ ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു, അതും കാണലാണ്. ബുധനാഴ്ച വീണ്ടും 9:35 സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു, അതും കാണലാണ്. വ്യാഴാഴ്ച കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നാൽ നോക്കലായി. അൽ ഐനാനി സിനാഹുമ അന്നദുറു. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്. നേത്ര വ്യഭിചാരത്തിൽ നിന്നല്ലാതെ പ്രണയം ആരംഭിക്കുകയില്ല. ഹറാമിൽ തുടങ്ങിയത് നരകത്തിലല്ലാതെ അവസാനിക്കുകയില്ല. അതിനാൽ പ്രണയവിവാഹം പരാജയപ്പെടും. കല്യാണം കഴിക്കേണ്ടത് പ്രേമിച്ചിട്ടല്ല. അതാണ് സംഗതി.